വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്തുവിന്റെ മനസ്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 5-ാം അധ്യായം 2-ാം വാക്യം. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നമ്മുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ ഏറ്റവും നല്ല മുന്തിരിവള്ളികളാണ് നാം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന മുന്തിരിവള്ളികളായി, കാൽവരിയുടെ സ്നേഹത്താൽ ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന ശാഖകളായി, സഭയ്ക്ക് സമർപ്പിച്ച മധുരശാഖകളായി, ക്രിസ്തുവിന്റെ മണവാട്ടിയായും കാണുന്നു. നമ്മുടെ നാട്ടിൽ പലതരം വള്ളികളുണ്ട്. പല നിറത്തിൽ ഉൾപ്പെട്ടവകൾ: ചുവപ്പ്, പച്ച, വിത്തുള്ളത്, വിത്തില്ലാത്തത്, രുചിയുള്ളത്, പുളിച്ചത്. പല നിറത്തിലും തരത്തിലുമുള്ള മുന്തിരി നമുക്കുണ്ട്. അവയിൽ ചിലത് വളരെ മധുരവും മറ്റു ചിലത് പുളിച്ചതുമാണ്. എന്നാൽ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ ഏറ്റവും നല്ല മുന്തിരിവള്ളികളാണ് നാം. ഒരിക്കൽ നാം ക്രിസ്തുവില്ലാതെ ഇസ്രായേൽ ജനതയിൽ നിന്ന് അന്യരായിരുന്നു. ഞങ്ങൾ കാട്ടുവള്ളികളെ പോലെ, വാഗ്ദത്ത ഉടമ്പകളിൽ നിന്ന് അന്യരെ പോലെയും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. നാം നമ്മുടെ ജഡമോഹങ്ങളിൽ ജീവിക്കുകയും ജഡത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും മറ്റുള്ളവരെ പോലെ സ്വഭാവത്താൽ കോപത്തിന്റെ മക്കളുമായിരുന്നു എന്ന് എഫേസ്യർ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണാം. എങ്ങനെയാണ് കർത്താവ് നമ്മെ നട്ടുപിടിപ്പിച്ച് ഒരു നല്ല മുന്തിരിവള്ളികളായി സ്ഥാപിച്ചത്? അവൻ നമ്മെ ഒരുമിച്ചുയർപ്പിച്ചു. ക്രിസ്തുവേശുവിൽ സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മെ ഒരുമിച്ചിരുത്തി. വരുവാനുള്ള യുഗങ്ങളിൽ അവൻ ക്രിസ്തുവേശുവിൽ നമ്മോടുള്ള തന്റെ ദയയിൽ തന്റെ കൃപയുടെ അത്യന്തികമായ ഐശ്വര്യത്തെ കാണിച്ചു എന്ന് എഫേസ്യർ 2-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറയപ്പെടുന്നു. കർത്താവ് ഇപ്പോഴും സഭയിൽ തനിക്കായി സസ്യങ്ങൾ സ്ഥാപിക്കുന്നു. ദൈവത്തിന്റെ പൂന്തോട്ടം. അന്ന് അവൻ ഏദേൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും നട്ടു. അവൻ അവരെ ഒരു നല്ല മുന്തിരിവള്ളിയായി നട്ടുപിടിപ്പിച്ചു. അവർ തന്റെ പ്രതിച്ഛായയിലും സാദൃശ്യത്തിലും നൽകി. എന്നാൽ അവർ പാപം ചെയ്യുകയും അനുസരണക്കേട് കാണിക്കുകയും കൈപ്പുള്ള ഫലങ്ങൾ മാത്രം അവന് നൽകുകയും ചെയ്തു. പിന്നെ അവൻ നോഹയെയും അവന്റെ കുടുംബത്തെയും തെരഞ്ഞെടുത്ത് തന്റെ സ്വന്തം ജനമായി നട്ടു. എന്നാൽ കാനാൻ അവരുടെ ഇടയിൽ ശപിക്കപ്പെട്ടു. പിന്നെ അവൻ അബ്രഹാമിനെയും കുടുംബത്തെയും തെരഞ്ഞെടുത്തു. അതിൽ ഏശാവും ഇശ്മായേലും അവന് കൈപ്പുള്ള പഴങ്ങൾ നൽകി. പിന്നെ അവൻ യാക്കോബിനെയും അവന്റെ 12 പുത്രന്മാരെയും തെരഞ്ഞെടുത്തു. അവർക്ക് നിയമവും ഭരണവും കാനാൻ ദേശവും കൊടുത്തു. എന്നാൽ അവരും വിഗ്രഹാരാധനയുടെ പാതയിലൂടെ ഇറങ്ങി കൈപ്പേറിയ ഫലം നൽകി. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കൃപയുടെ ഒരു ചെടിയാണ്. കർത്താവ് നിങ്ങളെ കൃപയോട് തിരഞ്ഞെടുക്കുകയും അവിടുത്തെ മഹത്വത്തിനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ നല്ല ഫലം കായ്ക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മുന്തിരിവള്ളിയാണെന്ന കാര്യം മറക്കരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 80-ാം അധ്യായം 8-9 വാക്യങ്ങൾ. നീ മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി 20, 21, 22 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി 6-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.